السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ 12ാമത്തെ ഹദീസ് പാഠത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. നോക്കാം. عن أم سلمة رضي الله تعالى عنها أن النبي صلى الله عليه وسلم كان يقول إذا صلى الصبح حين يسلم اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. റവാഹുൽ ഇമാം ഇബ്നു മാജഹ് റഹ്മഹുല്ലാഹ്. മഹദിയായ നമ്മുടെ മാതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുകയാണ്. അവർ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കരിച്ച് സലാം വീട്ടിയാൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വരിസ്ഖൻ ത്വയ്യിബ, അതേപോലെ തന്നെ വിശിഷ്ടമായ ഉപജീവനത്തെയും, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇമാം ഇബ്നു മാജഹ് റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. മനുഷ്യന്റെ ഇഹപര ലോകത്തേക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും സുപ്രധാനമായ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഒരു അടിമ ചെയ്യുന്നത്. ഒന്നാമത്തേത് ഇൽമൻ നാഫിഅ, അഥവാ ഉപകാരപ്രദമായ അറിവാണ്. രണ്ടാമത്തേത് റിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായുള്ള ഉപജീവനമാണ്. മൂന്നാമത്തേത് അമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മമാണ്, പ്രവർത്തനങ്ങളാണ്. അറിവും ഉപജീവനവും കർമ്മവും ധാരാളം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഫലവുമില്ല. മറിച്ച് അത് വളരെ കുറച്ചാണെങ്കിലും ഉള്ളത് ഉപകാരപ്രദമായ അറിവും, ഉള്ളത് വിശിഷ്ടമായ ഉപജീവനവും, ഉള്ളത് സ്വീകരിക്കപ്പെടുന്ന കർമ്മവും ആയിരിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് ഒരു മനുഷ്യന് ഇഹപര ലോകത്ത് ഉപകാരം ഉണ്ടായിരിക്കുകയുള്ളൂ. അത് റബ്ബിനോട് ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന ഒരിക്കൽ കൂടി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.